ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നെനിക്ക് 31 വയസ്സാവുകയാണ്. 1993 മാർച്ച് മാസം 16-ാം തീയതിയാണ് ഞാൻ ജനിക്കുന്നത്. എൻ്റെ അപ്പച്ചൻ്റെ പേര് വർക്കിയെന്നും അമ്മയുടെ പേര് മോളിയെന്നുമാണ്. എനിക്ക് 2 ചേച്ചിമാരാണുള്ളത്. ഒരാൾ മെൽബി ആൻഡ് മെൽസി. അപ്പോൾ ഒത്തിരി സ്നേഹവും പരിഗണനയൊക്കെ കിട്ടിയാണ് ഞാൻ കുടുംബത്തിൽ വളർന്നു വന്നത്. കട്ടപ്പനയിലെ ഒരു ചെറിയ ഗ്രാമമായ വെള്ളയാംകുടിയിലാണ് ഞാൻ ജനിക്കുന്നത്. അവിടെ സെൻറ്റ് ജോർജ് ചർച്ച് ആയിരുന്നു എൻ്റെ ഇടവപ്പള്ളി. സെൻറ്റ് ജോർജ് ചർച്ചിൽ ചേർന്നിട്ടുള്ള ഒരു സ്കൂളാണ് സെൻറ്റ് ജെറോം. അവിടെയാണ് ഞാൻ പഠിച്ചത് 10ാം ക്ലാസ് വരെ. 10 കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അച്ഛനാകാനുള്ള ആഗ്രഹമൊക്കെ തോന്നി ഞാൻ സെമിനാരിൽ ചേരുന്നത്. റൊഗേഷനിസ്റ്റ് ഓഫ് ദ ഹാർട്ട് ഓഫ് ജീസസ് എന്ന് പറയുന്ന കോൺഗ്രിഗേഷനിൽ ഞാൻ എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ചേരുകയാണ് ഉണ്ടായത്. ചെറുപ്പം മുതലേ അച്ഛനാകാനുള്ള ആഗ്രഹമൊക്കെ മനസ്സിലുണ്ടായിരുന്നു. എന്നാലും അതിൻ്റെ ഒരു തീഷ്ണത കൂടിയത് 10ാം ക്ലാസ് കഴിയുമ്പോഴാണ്. പഠിക്കാൻ അത്ര ടോപ്പൊന്നും അല്ലെങ്കിലും സെമിനാരിയിൽ ഒത്തിരി ഹാർഡ് വർക്കൊക്കെ ചെയ്ത് പഠിക്കുകയും ഏകദേശം ഒരു 10-14 വർഷത്തിൻ്റെ ഫോർമേഷന് ശേഷം ഞാൻ റൊഗേഷനിസ്റ്റ് സന്യാസ സമൂഹത്തിലെ ഒരു അച്ഛനായിട്ട് മാറി. അച്ഛനാകാൻ വേണ്ടി ഒരുപാട് പേരുടെ പ്രോത്സാഹനവും അതുപോലെ തന്നെ സംരക്ഷണമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകമായിട്ട് എൻ്റെ ആത്മീയ പിതാക്കന്മാരെയൊക്കെ പ്രത്യേകം ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ബാച്ച്മേറ്റ്സായ ഒരുപാട് പേര്, അവരുടെയൊക്കെ ഒരുപാട് സംരക്ഷണവും കൂട്ടും ഒക്കെ കിട്ടിയിട്ടാണ് ഞാൻ അച്ഛനായത്. 21 ഫെബ്രുവരി മാസം 11-ാം തീയതിയാണ് ജോൺ നെല്ലിക്കുന്നേൽ പിതാവിൻ്റെ കൈവപ്പ് വഴി ഞാൻ അച്ഛനാവുന്നത്. അതിനുശേഷം എനിക്ക് ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് തൈക്കാട്ടുശ്ശേരി ചേർത്തലയിലെ ഒരു ഇടവകയിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാനായിരുന്നു. ഏകദേശം 3 മാസത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തു. ഏകദേശം 3 മാസത്തിന് ശേഷം എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് ബാംഗ്ലൂരിലെ സെൻറ്റ് മേരീസ് ചർച്ച് ബസവ നഗർ കഗദാസ്പുര ചർച്ചിലെ അസിസ്റ്റൻറ്റ് വികാരിയായിട്ടാണ്. സെൻറ്റ് മേരീസ് ചർച്ച് ബസവ നഗറിൽ ഞാൻ ഏകദേശം 2 വർഷമായിട്ട് ഇവിടെ സേവനം ചെയ്യുകയാണ്. ഡേവിസ് അച്ഛൻ്റെ കീഴിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനും എക്സ്പീരിയൻസ് ചെയ്യാനും വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ സേവനം ചെയ്യുന്നതോടൊപ്പം എനിക്ക് മോൺഫോർട്ട് കോളേജിൽ പഠിക്കാനുമുള്ളൊരു അവസരം കിട്ടി. തമ്പുരാൻ നൽകിയ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാനതിനെ കരുതുന്നത്. ഈ ഇടവകയിൽ വന്നതിന് ശേഷം ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. പഠനത്തോടൊപ്പം ഇത്രയും ആക്റ്റീവായിട്ടുള്ള ഒരു ഇടവകയിൽ സേവനം ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ വിശുദ്ധ നാട് സന്ദർശിക്കാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് കിട്ടി. അതുപോലെ തന്നെ ഷില്ലോങ്ങിലൊക്കെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് പോകാനൊക്കെ പറ്റി. അങ്ങനെ ഒരുപാട് പേരെ, ഒരുപാട് വ്യക്തികളെയൊക്കെ കാണാൻ സാധിച്ചു. ഞാൻ പഠിക്കുന്നത് സൈക്കോളജി കൗൺസിലിംഗ് ആണ്. ആർക്കെങ്കിലുമൊക്കെ സൈക്കോളജി താല്പര്യം ഉണ്ടെങ്കിലൊക്കെ ഈ മോൺഫോർട്ട് കോളേജ് വളരെ നല്ലൊരു കോളേജായിട്ട് ഞാൻ എപ്പോഴും പരിഗണിക്കുന്ന ഒന്നാണ്. ഈ ഇടവക ജീവിതത്തോടൊപ്പം തന്നെ ഒരുപാട് പേരെ കേൾക്കുവാനും മനസ്സിലാക്കുവാനും അവരുടെ വിഷമങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കാനൊക്കെ സാധിച്ചതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഞാൻ ഇവിടെ ഈ ഇടവകയിൽ സേവനം ചെയ്തിടത്തോളം കാലം വളരെ സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ സംതൃപ്തിയും കിട്ടുന്ന ഒന്നാണ്. എൻ്റെ പ്രീസ്റ്റ് മിനിസ്ട്രിയുടെയൊക്കെ ഒരുപാട് അനുഗ്രഹം ഈ ഇടവകയിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇടവകയിലൂടെ എനിക്ക് ലഭിച്ച ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ തമ്പുരാന് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഡേവിസ് അച്ഛന് പ്രത്യേകം നന്ദി. അതുപോലെ തന്നെ ഈ ഇടവചനം ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് കാഴ്ചപ്പാടുകൾ, ഒരുപാട് അനുഭവങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതിനെല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുകയാണ്. ഇന്നേ ദിവസം ഞാൻ ജന്മദിനം ആഘോഷിക്കുമ്പോൾ എനിക്ക് വിഷ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ വാട്സപ്പിലൊക്കെ ഒരുപാട് പേര് എനിക്ക് വിഷ് ചെയ്തു. അതുപോലെ തന്നെ നേരിട്ട് വന്ന് വിഷ് ചെയ്തു. അതുപോലെ തന്നെ ഫോണിലൂടെ വിഷ് ചെയ്തു. എല്ലാവരെയും പ്രത്യേകം ഓർക്കുന്നു. നിങ്ങളെല്ലാവരും വീണ്ടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ പൗരോഹിത്യ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.